പ്രൈസ് ദി ലോർഡ്. GV ടോക്സിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് എൻ്റെ ഒരു ആത്മാർത്ഥ സ്നേഹിതനാണ്, ചിക്കു ഗീവർഗീസ്. അദ്ദേഹം ഒരു നേഴ്സിംഗ് മാനേജറാണ് അല്ലേ? നേഴ്സിംഗ് മാനേജർ. ചിക്കു, ഞാൻ ജിക്കുനോട് ചോദിച്ചു എന്താ ഫുൾ നെയിം, ഫ്രണ്ട് ചിക്കു വർഗീസിൻ്റെ കൂടെ ഒരു ഗീ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. നെയ്യോട് പൊതുവെ താല്പര്യമുള്ള ആളാണോ? അത് നെയ്യോട് അതങ്ങനെ പേരിനൂടെ ചേർന്ന് പോയതാ. സാധാരണ എല്ലാവരും ഗീവർഗീസ് വരുമ്പോൾ GEE അല്ലേ. നമുക്ക് നാട്ടിലിപ്പോൾ എല്ലാവർക്കും സ്പെല്ലിങ് പ്രോപ്പറായിട്ട് അറിയണമെന്നില്ലല്ലോ. അപ്പം നമുക്ക് വന്നപ്പോൾ GHEE ആയിപ്പോയി. ഓ, GHEE. അപ്പൊ ശരിക്കും സ്കൂളിൽ അതിൽ കുറെ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ഓസ്ട്രേലിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ നെയ് റോസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ട്, നെയ് വർഗീസ് ആദ്യമായിട്ട്. ഓക്കെ. എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓസ്ട്രേലിയൻ പര്യടനത്തിലാണ് ചിക്കുവിനെയും മെറിനെയും കുഞ്ഞുങ്ങളെയൊക്കെ പരിചയപ്പെട്ടത്. ഈ പ്രാവശ്യം 2 വർഷത്തിന് ശേഷം വീണ്ടും ഇങ്ങനൊരു അവസരം ലഭിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് ഈ കുടുംബം. അതിനേക്കാളുപരി വേറെ കണക്ഷനും ഉള്ളത് എൻ്റെ ഒരു ആത്മാർത്ഥ സ്നേഹിതനും സഹപാഠിയുമാണ് വിജോ വർഗീസ്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് കസിനാണ് അല്ലേ? ഫസ്റ്റ് കസിനാണ്. ഒക്കെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇന്നലെ നമ്മൾ ചിന്തിച്ചത് മിസ്കമ്മ്യൂണിക്കേഷനെ കുറിച്ച് തന്നെയായിരുന്നു. മിസ്കമ്മ്യൂണിക്കേഷൻ്റെ ബാലപാഠങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ചിന്തിച്ച് വന്നത്. അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് കുടുംബജീവിതത്തിലെ മിസ്കമ്മ്യൂണിക്കേഷൻ എന്നതാണ് ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ ദാമ്പത്യ ജീവിതത്തിൽ ആശയവിനിമയ ദാരിദ്ര്യം കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കും. ഒപ്പിച്ചില്ലയോ? കുഴപ്പമില്ല, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറയരുത്, അത്രേ ഉള്ളൂ. ഇന്നലെ എന്നോട് ഇവിടെ അഡ്ലൈഡിലുള്ള ഒരു കുടുംബത്തോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞ കാര്യം അത്. ചിക്കു ശ്രമിച്ചു നോക്കിയാൽ പറയാൻ. ആശയവിനിമയ ദാരിദ്ര്യം കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കും. ക്യാമറ നോക്കിയെന്ന് പറഞ്ഞു. ആശയവിനിമയ ദാരിദ്ര്യം കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കും. ഒപ്പിച്ചു. ഓക്കെ. കുടുംബജീവിതത്തിൻ്റെ ഭദ്രത വല്ലാതെ തകർന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് ആയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ചിക്കു, എൻ്റെ ലൈഫിൽ, നമ്മുടെ ഈ മിനിസ്റ്റീരിയൽ ലൈഫിൽ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും അധികം നമ്മുടെ മനസ്സിനെ തകർക്കുന്നൊരു വിഷയമാണ് ഡിവോഴ്സുകൾ. നമുക്ക് ഈ ചർച്ച ചെയ്യേണ്ട ഓരോ വിഷയങ്ങളെക്കുറിച്ച് നമ്മുടെ വ്യൂവേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, അയച്ചു തരാറുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസം അയച്ചു തന്ന ഒരു വിഷയമാണ് ഒരു കപ്പിൾസ്, അതിൽ ഒരാൾ ഇണയെ ഉപേക്ഷിച്ചിട്ടങ്ങ് പോവാം. കാരണമൊന്നുമില്ല, എനിക്ക് അതിനേക്കാൾ നല്ലൊരു ബെറ്റർ പാർട്ട്ണറിനെ കണ്ടെത്തി അങ്ങ് പോവാം. മറ്റേ ആൾ ഇന്നസെൻ്റ് ആണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ ഒരു സിറ്റുവേഷൻ. ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഓരോ ദിവസവും നമ്മുടെ സഹോദരങ്ങൾ അയച്ചു തരുന്നുണ്ട്. ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഞങ്ങൾ ഇതിനെല്ലാം പുറകാലം എന്ത് ചെയ്യും, ഓരോ ദിവസം നമ്മൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ മുമ്പോട്ട് കൊണ്ടുപോകും. ഇന്ന് അത്രയും ആഴമായിട്ട് പോകുന്നില്ല, കുടുംബജീവിതത്തിലെ മിസ്കമ്മ്യൂണിക്കേഷനെ കുറിച്ച് നമുക്ക് ചിന്തിച്ചു തുടങ്ങാം. ഇപ്പം നേഴ്സിംഗ് മാനേജറായതുകൊണ്ട് തന്നെ ചിക്കൻ്റെ കീഴിൽ എത്ര നേഴ്സസ് കാണും? മൊത്തം 100 സ്റ്റാഫുകളെ മാനേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഞാനിപ്പോൾ ചോദിക്കുന്ന ചോദ്യം പറയാൻ പറ്റാത്തതാണെങ്കിൽ ഇവിടുത്തെ നിയമം അനുസരിച്ച് പറയാതെ പോവുകയും ചെയ്യാം. ഈ നിങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന നേഴ്സുമാരാരെങ്കിലും ഈ പറഞ്ഞ പോലെ ഫാമിലി ലൈഫിൻ്റെ മിസ്കമ്മ്യൂണിക്കേഷൻ അനുഭവിക്കുന്നതായിട്ട് നമ്മളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടോ? നമുക്ക് കോൺഫിഡൻഷ്യലായിട്ട് നമുക്ക് ആരുടെയും പേഴ്സണൽ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. എന്നാലും ഓരോ ദിവസവും നമ്മൾ ഇങ്ങനെ കഴിയും തോറും പലപ്പോഴും പല വ്യക്തികളും നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ക്രിസ്ത്യൻ ആണെന്നറിയാം, ഞാൻ മാരീഡ് ആണെന്ന വർക്കിലറിയാം. ഐ ഡോണ്ട് കീപ്പ് ഇറ്റ് ആസ് എ സീക്രട്ട്. അപ്പം എനിക്ക് എന്നെ അങ്ങനെ കണ്ടാൽ മതി. എനിക്കങ്ങനെ കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ സംസാരിക്കേണ്ട,
ഉള്ള രീതിയിൽ ഐ ഓൾവേസ് മേക്ക് ഇറ്റ് പബ്ലിക് ദാറ്റ് ഐ എം എ ക്രിസ്ത്യൻ. അങ്ങനെ ഒരു അല്ല, ഞാൻ പോസിറ്റീവായിട്ടാണ് അതെ ചോദിച്ചത്. അതെ അതെ പല ആൾക്കാരും വന്ന് സംസാരിക്കാറുണ്ട്. അല്ലെ യുനോ ഇങ്ങനത്തെ പല പ്രശ്നങ്ങൾ ചിലപ്പോൾ ചിലർ തകർന്ന രീതിയിൽ വന്ന് സംസാരിക്കാറുണ്ട്. ലൈക്ക് ഇങ്ങനെ പറ്റിപ്പോയി, അല്ലെങ്കിൽ ഫാമിലിയിൽ ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ എന്നെല്ലാം പറയാറുണ്ട്. പക്ഷേ എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേറ്റർ ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക, ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. പക്ഷെ അത് കേൾക്കുമ്പോൾ ഒത്തിരി സങ്കടമുണ്ട്. അതൊരു വലിയ വിഷയമാണ്. ചില സന്ദർഭങ്ങളിൽ ഞാനൊക്കെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ചിലതിന് സൊല്യൂഷൻ പറയാൻ പറ്റത്തില്ല. എന്ത് ചെയ്യും? ഈ നമ്മളും നിസ്സഹായ ഒരു സൊല്യൂഷൻ പ്രതീക്ഷിച്ച് ചെല്ലുന്ന ആളുടെ അടുത്ത് ആ ആൾക്ക് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റാതിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രയാസകരമായ കാര്യങ്ങൾ. ചിലപ്പോൾ നമ്മളത് കേട്ട് കഴിയുമ്പോൾ നമ്മളൊക്കെ മാനസികമായി ഡൗൺ ആയിപ്പോകും. അതിനകത്ത് ഈ കമ്മ്യൂണിക്കേഷനകത്ത് ഏറ്റവും വലിയ അങ്ങനെ ഒരു ഫാമിലി ബ്രേക്ക് ഡൗൺ കമ്മ്യൂണിക്കേഷനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഞാൻ എപ്പോഴും ഓർത്തിരിക്കുന്നതും പഠിച്ചിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ആ ഒരു സിമ്പതി വെച്ച് നമ്മളൊരു അഡ്വൈസ് കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് അയ്യോ പാവം എന്നുള്ളൊരു തോന്നുന്നത്, നമുക്കൊരു സിമ്പതി തോന്നി, നമ്മൾ ആ സിമ്പതി വെച്ച്. പക്ഷേ എൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും ഓർത്തിരിക്കുന്നു, ഇപ്പം ഗ്ലാഡ്സൺ മാസ്റ്റർ ആണെന്നുള്ള ഇവിടെ വന്ന്, ഇപ്പം ഗ്ലാഡ്സൺ മാസ്റ്ററിന് ഒരു ഏരിയ ഓഫ് എക്സ്പെർട്ടീസ് ഉണ്ട് അല്ലേ. അപ്പം എനിക്കറിയാം ഗ്ലാഡ്സൺ മാസ്റ്ററിൻ്റെ ഏരിയ ഓഫ് എക്സ്പെർട്ടീസ് ഇന്ന കാര്യങ്ങളാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യമേ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഓക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട്, പക്ഷേ ഞാൻ ഡെലിഗേറ്റ് ചെയ്യുക. അതിനകത്ത് അതോറിറ്റി ഉള്ള ഒരു വ്യക്തിയുടെ അടുത്ത് ഡെലിഗേറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് ആ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് പ്രോപ്പറാണ്. അതാണ് എൻ്റെ ഒരു രീതി. എനിക്കറിയാൻ വയ്യാത്തൊരു കാര്യത്തിനകത്ത് ഞാൻ ഉപദേശം കൊടുക്കാതെ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഇമോഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു സിമ്പതി കൊണ്ട് ഞാനൊരു ഇത് കൊടുക്കാതെ, ജസ്റ്റ് ടേക്ക് ദ പേഴ്സൺ ടു ദ റൈറ്റ് പേഴ്സൺ ഹു ഹസ് ഗോട്ട് ദി അതോറിറ്റി ആൻഡ് ദി എഡ്യൂക്കേഷൻ. ഞാൻ ആ തരത്തിലല്ല ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന ആളാണ്, പക്ഷെ ചെയ്യുന്ന ആളായിട്ടിരിക്കുമ്പോഴും ചില വിഷയങ്ങൾ കേൾക്കുമ്പോൾ, ഇപ്പം ഒരു ഡോക്ടർ ഇഷ്ടംപോലെ സർജറി ചെയ്യുന്ന ആളാണ്, ചില സമയത്ത് മുമ്പിൽ കിടക്കുന്ന പേഷ്യൻ്റ് ചിലപ്പം തൻ്റെ കൊച്ചിൻ്റെ പ്രായമുള്ളതായിരിക്കും. സോ ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. ശരിയാണ്, വി ഹാവ് സൊല്യൂഷൻ, ബട്ട് ആ ഒരു പ്രതിസന്ധിക്കകത്ത് നമ്മുടെ മനസ്സും കൂടെ അങ്ങനെ ആയി. ചിക്കുവിൻ്റെ ലൈഫിൽ ഒരു കുടുംബജീവിതത്തിൻ്റെ അകത്ത് എത്രത്തോളം കമ്മ്യൂണിക്കേഷന് പ്രാധാന്യമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്? ക്യാമറ നോക്കി പറഞ്ഞ അവർ കൂടെ എന്നെ മാത്രം ഞാൻ പറയുന്നത് വർത്താനം പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ എന്തുമാത്രം എന്നുള്ളതെന്ന് പറഞ്ഞാൽ, ഐ തിങ്ക് ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ലൈക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം നമുക്കതിന് വെയിറ്റ് കൊടുക്കാവോ അത്രയും വെയിറ്റ് കൊടുത്ത് പറയുന്നൊരു കാര്യമാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ എ ഫാമിലി ലൈഫ് ഐ ഫീൽ ഈസ് കമ്മ്യൂണിക്കേഷൻ. ചിലപ്പം നമ്മൾ അതിനകത്ത് പോരായ്മകൾ ഉണ്ടാകാറുണ്ട്. ഐ എം ജസ്റ്റ് സേയിങ് അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയുമ്പം ഐ നെവർ സേ ദാറ്റ് ഐ എം പെർഫെക്റ്റ് ഇൻ ഇറ്റ് ആക്ച്വലി. പക്ഷേ അതിന് എവിടെയൊക്കെ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു ഇല്ലെഫക്റ്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചിരിക്കട്ടെ, ഈ മിണ്ടാതിരിക്കുന്നതാണ് കമ്മ്യൂണിക്കേഷൻ എന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഇല്ല, ഫോർ എക്സാമ്പിൾ ഒരു പീസ്ഫുള്ളായിട്ട് പോകുന്ന ഫാമിലിയേക്കാൾ കൂടുതൽ വേർഡ്സ് യൂസ് ചെയ്യുന്ന അടി ഉണ്ടാക്കുന്ന ഫാമിലി ആയിരിക്കും. അത് ശരിയാണ്. ഞാൻ എപ്പോഴും ഈ ചാർലി കിർക്ക് പറയുന്ന ഒരു കാര്യം ഞാൻ എപ്പോഴും മനസ്സിലാലോക്കെ എന്നാണെന്നറിയോ, the time when we stop talking is the time where we start assuming. ഇപ്പം ഞാനിപ്പം ഗ്ലാഡ്സൺ മാസ്റ്ററുടെ സംസാരം നിർത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ വൈഫ്, നമ്മളിപ്പം ടോപ്പിക് ഇതാണല്ലോ, നമ്മുടെ വൈഫ്, ഞാൻ അവളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, മെറിനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ സ്റ്റാർട്ട് അസ്യൂമിങ് ഇതായിരിക്കും മെറിൻ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഇതായിരിക്കും മെറിൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതുമായിട്ട് യാതൊരുവിധ ഒരു കാര്യം ആയിരിക്കത്തില്ല അവൾ ഉദ്ദേശിച്ചതോ പറഞ്ഞു, പക്ഷെ അവൾ സ്റ്റാർട്ട് അസ്യൂമിങ്. അല്ല, കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ എന്താ പറയുക എപ്പിസോഡ് തന്നെ അസംഷനിൽ നിന്നാണ് മിസ്കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കുന്നതെന്നാണ്. ഞങ്ങളവിടെ പറഞ്ഞൊരു വിഷയം, ഹന്ന ഇങ്ങനെ ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ ഏലി പുരോഹിതൻ, ഹന്നയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഹന്നയ്ക്ക് കുഞ്ഞുങ്ങളില്ല. കുഞ്ഞുങ്ങളില്ലെങ്കിലും ഹന്നയുടെ ഹസ്ബൻഡായ എൽക്കാന പറയുന്നുണ്ട്, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ വലിയതല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. 10, എനിക്ക് തോന്നുന്നു ഇന്നലത്തെ എപ്പിസോഡ് അത് പറഞ്ഞപ്പോൾ 1000 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരു ക്ലറിക്കൽ എററാണ്, പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പം ഈ 10 പുത്രന്മാരെക്കാൾ ഞാൻ നിനക്ക്
വലുതല്ലേ അതെ. എന്ന് ചോദിക്കുന്നു. ഇപ്പം ഈ ഹന്ന ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ പുരോഹിതൻ, ഏലി പുരോഹിതൻ ഹന്നയെ കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ വീഞ്ഞു കുടിച്ചിട്ടിരിക്കുകയാണെന്നൊരു അസംഷനിലേക്ക് ആരെത്തി? ഏലി എത്തി, പുരോഹിതനെത്തി. They didn't even start a dialogue. So before starting a dialogue, മിസ്അണ്ടർസ്റ്റാൻഡിങ് ആരംഭിച്ചു. ബിക്കോസ് ഓഫ് അസംഷൻ. സോ ആ അസംഷനിൽ നിന്നുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു? സിസ്റ്റർ വീഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പം ചാർലി കിർക്ക് എനിഹൗ ഒരു എന്താ പറഞ്ഞ ഒരു ഹോമേജ് എന്നോ ഒക്കെ ആ വലിയ മനുഷ്യൻ അല്ലേ ചാർലി കിർക്ക്. എനിക്ക് ഐ ഫോളോ ഹിം എ ലോട്ട് ആക്ച്വലി. ഹി മേക്സ് സെൻസ് ആക്ച്വലി. സോ അതുകൊണ്ട് ഓക്കെ, ഇത് അദ്ദേഹത്തിൻ്റെ നഷ്ടം നമുക്കൊരു നഷ്ടം തന്നെയാണ്. ഓൾറൈറ്റ്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ കൂടുതൽ സംസാരിച്ചത് കൊണ്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണമെന്നില്ല. അതാ പറഞ്ഞ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നവരാണ് കൂടുതൽ വേർഡ്സ് യൂസ് ചെയ്യുന്നത് അല്ലേ. മിസ്കമ്മ്യൂണിക്കേഷൻ ഇൻ ഫാമിലി ലൈഫ് ഒരു എക്സാമ്പിൾ പറയാം. വർത്താനം പറയാതിരിക്കുന്ന ഒരു വിഷയമുണ്ട്, അത് നമുക്ക് പിന്നെ അടുത്ത ഭാഗത്തെടുക്കാം. വർത്താനം പറയാതിരിക്കുന്നതല്ലാതെ മിസ്കമ്മ്യൂണിക്കേഷൻ ഒരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിളായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പം ഞാനും മെറിനും ഇപ്പം ഞാൻ ബോൺ ആൻഡ് ബോട്ടപ്പ് നാട്ടിലാണ്, തനി കോട്ടയം. ലൈക്ക് യുനോ അതെ തന്നെ മാർഗരി കൊറിയസിൽ പഠിച്ച് സ്ട്രെയിറ്റ് അവിടുന്ന് ഓസ്ട്രേലിയ വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ മലയാളത്തിൽ എന്താ പ്രശ്നം? അങ്ങനല്ല, മലയാളത്തിന് പ്രശ്നമില്ല, അവിടെ പറയാൻ പോകുന്നത്. വേറെ മൈ വൈഫ് മെറിൻ ആക്ച്വലി എന്ന് പറഞ്ഞാൽ അവൾ ഷീ ഈസ് ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ കുവൈറ്റ്. അപ്പം ഞങ്ങൾ ആഫ്റ്റർ അവർ വെഡിങ് ലൈക്ക് ഞങ്ങൾ പരസ്പരം വി ഹെൽപ് ഈച്ച് അതർ ആക്ച്വലി. സോ അതുകൊണ്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്ക് അത്ര ക്രെഡിറ്റ് തരണം അതിനകത്ത്. പുള്ളി അത് പോളിഷ് ചെയ്യാനുള്ള കാരണം ക്യാമറയുടെ പുറകെ മെറിനുണ്ട്, ഏത് സമയവും ഒരു അറ്റാക്ക് പ്രതീക്ഷിച്ചോണ്ടാണ് ഡക്ക് ചെയ്യാനായിട്ട്. അല്ല, ഞാൻ പറഞ്ഞ അതിനകത്ത് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഷി വാസ് കംഫർട്ടബിൾ വിത്ത് ഇംഗ്ലീഷ് നമുക്ക്. അപ്പം അതിനകത്ത് നമ്മൾ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷേ തുടക്കത്തിൽ ഞങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞ ആദ്യത്തെ ഒരു സമയത്ത് ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ മീൻ ചെയ്യുന്നതെല്ലാം ഓക്കെയാണ്. പക്ഷേ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പം നമ്മുടെ നാട്ടിൽ വടിയാകുക എന്ന് പറഞ്ഞാൽ എന്തുവാ? പടമാകുക അല്ലേ? അപ്പം ഞാൻ മെറിൻ ഇങ്ങനെ ഒന്ന് രണ്ട് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആ കൂടെ വടിയായെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മെറിൻ്റെ അടുത്ത് നീ എന്താ ഉദ്ദേശിച്ചത്? ഐ എം ടയർഡ് ലൈക്ക് ഞാൻ ശരിക്കും ടയർഡ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ടയർഡ് എന്നുള്ള ഡിഫറെന്റ് മീനിങ് അങ്ങനെ ഒരു അർത്ഥമുള്ളതുകൊണ്ട്. പക്ഷെ നമ്മുടെ നാട്ടില് എന്റെ പപ്പ പാസ്റ്റർ ആയിരുന്നുണ്ട്. നമ്മളിങ്ങനെ ഡിസ്ട്രിക്ട് മാറി മാറി പോവായിരുന്നു. ഈ വർഷം പച്ചക്കറിയാണ്, അടുത്ത വർഷം മലക്കറിയാണ്. അതെ. സോ വടിയായെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പം ജസ്റ്റ് എ സ്മോൾ എക്സാമ്പിൾ. പക്ഷേ ഇറ്റ് ടുക്ക് ടൈം. ഞാൻ പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും വി ലവ് ഈച്ച് അതർ ആക്ച്വലി. പക്ഷെ ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എല്ലാം ഇറ്റ് വാസ് ലൈക്ക് ഓരോ ദിവസവും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. ലൈക്ക് തിങ്സ് നമ്മൾ ഇപ്പം നമ്മളത് ഒരാളുമായിട്ട് നമ്മൾ ജീവിക്കുമ്പോഴത്തേക്കിന് നമുക്ക് ഓരോ ദിവസവും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് പല കമ്മ്യൂണിക്കേഷൻ ഫ്ലോസും നമുക്ക് മനസ്സിലാകുന്നത്. കമ്മ്യൂണിക്കേഷൻ ചെയ്യാതിരിക്കുമ്പോഴത്തേക്കിന് നമ്മൾ സ്റ്റാർട്ട് അസ്യൂമിങ് ആക്ച്വലി. പക്ഷെ തെറ്റുകളാണെങ്കിൽ പോലും അത് പരസ്പരം മനസ്സിലാക്കിയെടുക്കുന്നത് when we start communicating. മലയാളം ഇംഗ്ലീഷിൻ്റെ കാര്യം പറയുമ്പോഴേ യു.എയിൽ ഒരു റെസ്പെക്റ്റഡ് പേഴ്സണാലിറ്റിയാണ്, ഞാൻ പേര് യൂസ് ചെയ്യുന്നില്ല. അദ്ദേഹം ഒരു ദിവസം ഒരു ആരാധനയ്ക്കകത്ത് പങ്കെടുത്തു. ആ ആരാധനയിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല അസാധാരണമായ ആരാധന. അപ്പോൾ അവിടുത്തെ മോന്, അദ്ദേഹവും ഇന്ന് റെസ്പെക്റ്റഡ് പൊസിഷനിൽ ഇരിക്കുന്നയാളാണ്, ഇവിടെ പേരെടുക്കാത്തത്. അപ്പം ഇന്നത്തെ ആരാധന പുറത്തിറങ്ങിയിട്ട് പുള്ളി വളരെ സന്തോഷത്തോടെ പറഞ്ഞു മുട്ടിഞ്ഞ ആരാധനയായിരുന്നു. കാരണം പുള്ളി കേട്ടതനുസരിച്ച് നല്ലതെന്നുള്ളതിൻ്റെ വാക്കാണ്. അപ്പം ഓക്കെ, അത് ഒരളവ് വരെ നമ്മുടെ എന്താ വാക്കുകളുടെ പ്രശ്നമാണ്. വളരെ സക്സസ്ഫുള്ളായിട്ട് സംസാരിക്കാൻ കഴിയാത്ത ആൾക്കാർ ഫാമിലി ലൈഫ് നയിക്കുന്നവരുണ്ട്. അത് മിസ്കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴും ഭാഷയുടെ വ്യത്യാസം, പക്ഷെ കൾച്ചറിൻ്റെ ഡിഫറൻസ് വരും. ബിക്കോസ് അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് വേർഡ് ടെറിബിൾ. നമ്മൾ ഇറ്റ്സ് ടെറിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതൊരു നെഗറ്റീവ് സെൻസിലാണ് ആസ് എ വേർഡ് ഇറ്റ് സെൽഫ് ആക്ച്വലി. അപ്പം
പീപ്പിൾ ക്യാൻ സേ ടെറിബ്ലി ഗുഡ് ആക്ച്വലി ലൈക്ക് അപ്പം നമ്മള് അപ്പം എന്താ പറയുന്നത് അപ്പം ലൈക്ക് ഹൈ സ്പോട്ട്. അപ്പം നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റി അനുസരിച്ചിരിക്കും നമ്മളെ ആരുമായിട്ടാണോ സംസാരിക്കുന്നത്, അത് പെർസീവ് ചെയ്യുന്നത് എങ്ങനെയാണോ അതനുസരിച്ചിരിക്കും. പക്ഷേ ഈവൻ പെർസെപ്ഷനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല, യു കൻ ഓൾവേസ് ക്ലാരിഫൈ. ഞാൻ ഇപ്പോഴത്തെ ഈ കാലത്തെ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ റീല്, ഫേസ്ബുക്ക് റീൽ ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ട ഒരു കാഴ്ച, ഒരു കള്ളൻ ഒരു വീട്ടിൽ കയറി. കണ്ടായിരുന്നോ ചിക്കു? ഇല്ല. ഒരു കള്ളൻ ഒരു വീട്ടിൽ കയറി. കള്ളൻ വീട്ടിൽ കയറി, ഒരമ്മച്ചി പുറത്ത് ഫ്രണ്ടിൽ ഇരിക്കുക, അമ്മച്ചിയുടെ കഴുത്തെ കത്തി വെച്ചു, ഓർണമെൻറ്റ്സ് എല്ലാം വാങ്ങി ബാഗിൽ വെച്ചു, എല്ലാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം കള്ളൻ ചോദിച്ചു, എല്ലാം ഞാൻ കൊണ്ടുപോകാം, അവസാനമായിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, മോനെ എനിക്കൊരാഗ്രഹമുണ്ട്. എന്തുവാ? ഞാൻ കൊല്ലാൻ പോവാം, കാരണം സാക്ഷിയെ വെക്കല്ലോ, കയ്യെല്ലാം കെട്ടിയേക്കോ ഇങ്ങനെ, നീ കൊന്നോ, വേണ്ട ആ സ്വിച്ച് ഒന്ന് ഓഫ് ആക്കിയിട്ട് കൊല്ലാൻ പറഞ്ഞു. പുള്ളി എന്തുവാ ആ സ്വിച്ച് ഓഫ് ആക്കുന്നേ? പോയി സ്വിച്ച് ഓഫ് ആക്കി. ഓഫാക്കിയപ്പോൾ മേളത്തെ മുറിയിൽ മോൻ പറഞ്ഞു, ആരാ വൈഫൈ ഓഫ് ആക്കിയേ? തൊട്ടിപ്പുറത്തുനിന്ന് അപ്പം ഇറങ്ങി വരുന്നു, ആരാ വൈഫൈ ഓഫ് ആക്കിയേ? ഇപ്പഴൊന്ന് ഇളയ മോൻ താഴെന്ന് വരുന്നു, ആരാ വൈഫൈ ഓഫ് ആക്കിയേ? അതൊരു മോഡേൺ ഇന്നൊരു വൈഫൈ നോക്കുക, വൈഫ് പോലും വൈഫൈയിലാണ്. അപ്പം നമ്മുടെ വീട്ടിലെ കമ്മ്യൂണിക്കേഷൻസ് പോലും പലപ്പോഴും എങ്ങനെ ഉണ്ടാകാറുണ്ട്. ഇപ്പം ഇപ്പം ഒരു മുറിയിൽ നിന്ന് വേറെ മുറിയിലോട്ട് പോലും നമ്മൾ ഫോൺ കോൾ വിളിക്കാറില്ലേ, അല്ലെങ്കിൽ മെസ്സേജ് വിടാറില്ലേ, ഒരു ചായ റെഡിയാണോ? അപ്പം കമ്മ്യൂണിക്കേഷനെ അത് ഡൈല്യൂട്ടഡ് ആയി. ദ വേ ഓഫ് ഹൗ വി കമ്മ്യൂണിക്കേറ്റ് ഫർദർ ഡൈല്യൂട്ടഡ് ഡൗൺ. പക്ഷേ ഇംപ്ലിക്കേഷൻസ് കൂടുതലാണ് വെൻ ഇറ്റ് കംസ് ടു എ ഫാമിലി. ഇപ്പം നമ്മളിപ്പോൾ ഒരു കൂട്ടുകാരെക്കാളും അല്ലെങ്കിൽ അവിടെ ഞാൻ പോസിറ്റീവായിട്ട് കാര്യം ചെയ്യട്ടെ. ഇപ്പം നമ്മൾ രണ്ട് സൈഡും ചിന്തിച്ചു പോകണമല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പണ്ട് ചിക്കുൻ്റെ പേരൻസ് ഗൾഫിൽ അങ്ങനെ വല്ലതും ആണോ? ഒന്നും അല്ല. ഈ പണ്ടൊക്കെ ഞാൻ ഈ പാസ്നയെ ജനിച്ച് വളർന്നതായതുകൊണ്ട് പല വീടുകളിലും അച്ഛന്മാർ ഗൾഫിലായിരിക്കും, അമ്മമാർ നാട്ടിലുമായിരിക്കും. അപ്പോൾ സത്യം പറഞ്ഞാൽ ചില സാമ്പത്തികമൊക്കെ ഉള്ളവരാണെങ്കിൽ ദിവസത്തിൽ ഒരു പ്രാവശ്യമോ വല്ലതും വിളിക്കും, അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ 4 ദിവസം കൂടുമ്പോൾ ഒക്കെ ഒരു ഫോൺ കോൾ എന്ത് ചെയ്യുന്നത് വരുന്നത്. ചിലപ്പോൾ 7 ദിവസം ഒന്ന് വിളിച്ചു കഴിഞ്ഞാലും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ആ സിറ്റുവേഷൻ അനുഭവിച്ചിട്ടില്ല. ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കും, കോയിൻ ഇടാൻ കൂടുതൽ സംസാരിച്ചാൽ പ്രൊളോം ചെയ്ത് വിളിക്കും, പിന്നെ അടുത്ത ഒരു സംസാരിക്കാൻ വേണ്ടി വീണ്ടും ക്യൂ നിൽക്കും. ഈ ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ ആ സിറ്റുവേഷനിൽ നിന്ന് ഇപ്പം ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ്, ഡ്രീം ഹോം എന്നാണ് പേര്. എൻ്റെ പപ്പായും അമ്മയൊക്കെ ചിലപ്പോൾ കാണുന്നുണ്ടായിരിക്കും. ഡ്രീം ഹോം എന്നാണ് പേര്. പപ്പ, അമ്മ, ഞാൻ, ജിജി വൈഫ്, പെങ്ങള്, അളിയന്, 6 പേര് അടങ്ങുന്ന എണ്ണം കുറയുമ്പോഴാണ് ഡ്രീം ഹോം ആവുന്നത്. ഒത്തിരി കൂടിയാണ് ഡ്രീം ഹോം പോകും. അപ്പം രാവിലെ ഉദാഹരണത്തിന് അമ്മ അവിടെ ഇരുന്നുകൊണ്ട് രാവിലെ അമ്മ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കും, ഇവിടെ രാവിലെ ഇഡ്ഡലിയും ചമ്മന്തിയുമാണ്. അപ്പം കോട്ടയത്ത് ഇരുന്നുകൊണ്ട് പെങ്ങളിടും, ഇവിടെ ചപ്പാത്തിയും മുട്ടക്കറിയുമാണ്. അപ്പം ഷാർജയെന്ന് എൻ്റെ ഭാര്യ ഇടും, ഇവിടെ പഴുകഞ്ഞിയാണ് ഇടും. ഓക്കെ. അപ്പം ഇവർ 3 പേര് ഇടും. ഞങ്ങൾ 3 ഭർത്താക്കന്മാരുണ്ട്. വി ആർ ദ സൈലന്റ് മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ്. അപ്പം ഇഡ്ഡലിയും ചമ്മന്തിക്കും പപ്പ ലൈക്ക് അടിക്കും, ചപ്പാത്തിക്കും മുട്ടക്കറിക്കും അളിയൻ ലൈക്ക് അടിക്കും, ചമ്മന്തിക്ക് എനിക്ക് പിന്നെ അടിക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ സാങ്കേതികവിദ്യ വർദ്ധിച്ചപ്പോൾ ഉണ്ടായ ഒരു ഗുണം, നമ്മൾ ഡിസ്റ്റൻസിനെ ബീറ്റ് ചെയ്തു. മറ്റൊരു ഫോൺ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. എനിക്കറിയത്തില്ല നമ്മളിത് പറയുന്ന എത്ര പേർക്ക് അപ്പം അങ്ങനെ എടുക്കാൻ പറ്റുമെന്ന്. എൻ്റെ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ പണ്ടൊരു ഫോൺ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇപ്പം അങ്ങനല്ല, എവറി മിനിറ്റ്. ഇപ്പം ഞാൻ എവിടെ ഇരിക്കുന്ന എൻ്റെ വീട്ടുകാർക്ക് അറിയാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന ഉടനെ ഇന്നിടത്തോട്ട് പോവാണെന്ന് എൻ്റെ വൈഫിനോട് പറഞ്ഞു കാണും. ചിലപ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ മെസ്സേജ് അയച്ചു കാണും. ഇല്ല, ട്രാക്ക് ചെയ്യാം, ഫോൺ ട്രാക്ക് ചെയ്യാം. ഫോൺ ട്രാക്ക് ചെയ്യാന്ന് പറയുമ്പോഴേ നമ്മുടെ ഒരു സഹോദരന് ഷാർജയിലുണ്ട്. അതായത് ഈ അവരുടെയൊക്കെ പെർമിഷൻ ഇല്ലാത്തതാണ് പേര് പറയാത്ത. അപ്പോൾ പുള്ളി ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ കമ്പനി അടിച്ച് രാത്രി ഇങ്ങനെ പോകും. അപ്പം പിള്ളേരെ കൊണ്ട് പോകാൻ ഒക്കാത്തതുകൊണ്ട് എന്തെങ്കിലും ചെറിയ കള്ളമൊക്കെ പറഞ്ഞിട്ടോ, ഞാൻ ഇന്നത്തെ പോകാന്നൊക്കെ പറയും. അപ്പം ഷാർജയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ടായിരിക്കും കരാമ കഴിക്കാൻ പോകുന്നത്. പോയിട്ട് വൈകിട്ട് വന്നെങ്കിൽ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ,
ഫോണൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മോൻ പറയും കരാമ കരാമ. അത് ചോദിക്കുമ്പം അവനിങ്ങനെ പപ്പൻ ചോദിക്കും എന്തോ കരാമ, കരാമ പോയി എന്തോ കരാമ, ഞാൻ ഷാർജയിലുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പം കാലിക്കട്ട് നോട്ട്ബുക്ക് ഹോട്ടലിന്റെ പേരാ അറിയാമല്ലോ. ഈ 2-3 പ്രാവശ്യം ആയപ്പോ ഉണ്ടല്ലോ അപ്പനെ വെച്ചിട്ട് പറഞ്ഞു പാസ്റ്റർ എൻ്റെ മോന് പ്രവചനപരം കിട്ടിയെന്ന് തോന്നുന്നു. അതിന്റെ കാര്യം എന്താ, നമ്മൾ കഴിക്കാൻ പോകുന്ന ഹോട്ടലിന്റെ സ്ഥലവും പേരും അവൻ പറയുന്നു. പിന്നെ നോക്കിയപ്പോഴാ ഇതിനകത്ത് ഈ ചെക്കിൻ ഓൺ ആക്കിയിട്ടേക്കുവാ, എവിടെ ചെക്കിൻ. അങ്ങനെ ഒരു സാധനം ഉണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ. പക്ഷെ അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞത് സാങ്കേതിക വിദ്യ കുറച്ചുകൂടെ കമ്മ്യൂണിക്കേഷനെ അടുപ്പിച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ദർ ഇസ് മിസ്കമ്മ്യൂണിക്കേഷൻ. സോ ദാറ്റ് മീൻസ് സാങ്കേതിക വിദ്യ വർദ്ധിച്ചത് കൊണ്ട് അകലുമായിരുന്നില്ല, പകരം എവിടൊക്കെയോ ആ കമ്മ്യൂണിക്കേഷൻ അകലുകയാണ് ചെയ്യുന്നത്. അത് യൂസ് ഓഫ് AI നമ്മൾ എന്താ പറയുക യൂസ് ചെയ്യാറുണ്ട് അല്ലേ. പലപ്പോഴും ഇപ്പം നമ്മളൊരു മെസ്സേജിന് ഒരു റിപ്ലൈ അയക്കുന്നതിനേക്കാളും എന്ത് എളുപ്പമാണ് ഒരു ഇമോജി തിരിച്ചിടുന്നത് അല്ലേ. അതെ അല്ലേ. ഇപ്പം നമ്മൾ എന്താ അവിടെ നോക്കുന്നത്, ഈസ്. ആ ഈസ് നമ്മൾ റിലേഷൻഷിപ്സിൽ വരുമ്പോഴത്തേക്കിന് ഇറ്റ് ബിക്കംസ് എ ബേർഡൻ. അപ്പം കമ്മ്യൂണിക്കേഷനകത്ത് ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്യാം, മനസ്സിലായില്ല. ഇപ്പം ഞാൻ റിലേഷനകത്ത് എങ്ങനെ ഈസ് വരുന്നത്? ഈസ് വരുന്നതെന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറയട്ടെ, നമ്മുടെ പലപ്പോഴും നമ്മൾ ഒരു ഇപ്പം നമ്മളൊരു കാര്യത്തിനകത്ത് ഒരു റിപ്ലൈ കൊടുക്കാനുള്ള ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു മടി പലപ്പോഴും ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും പലപ്പോഴും സം ഓഫ് ദ വേർഡ്സ് സം ഓഫ് ദ മെസ്സേജസ് സം ഓഫ് ദ വേർഡ്സ് ലൈക്ക് ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ഇൻ എ കോമൺ ഇൻ എ റിലേഷൻഷിപ്പ് ഇറ്റ് ഡിസേർവ്സ് എ റിപ്ലൈ. ഇറ്റ് ഡിസേർവ് ഒരു എന്തോരം തോട്ട്സ് പ്രോസസ്സിനകത്തായിരിക്കും ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ചെയ്താൽ ഡിസേർവ്സ് എ റിപ്ലൈ. പലപ്പോഴും നമ്മൾ വി ജസ്റ്റ് പുട്ട് ഒരു തംസ് അപ്പ് അവൻ ഞാൻ പറഞ്ഞ എനിക്കതെപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനത് പറയുന്നത് ഞാൻ പറഞ്ഞില്ല. എൻ്റെ അടുത്ത് മെറിന് ഒരു തവണ അത് തന്നെ ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഐ എം ഹാപ്പി ടു ബി കറക്റ്റഡ്. അപ്പം നമുക്കത് പെട്ടെന്ന് തോന്നും, ഓക്കെ ഇത്രയും തോട്ട് പ്രോസസ്സ് ഇട്ടിട്ട് നമ്മൾ ഹൗ ഈസിലി വി ഡിഡ് ഇറ്റ് ആക്ച്വലി. അല്ലെങ്കിൽ നമ്മളത് റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്താ ഓക്കെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ ഇസ് ദാറ്റ് ഹൗ ഇറ്റ് ഈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു മോഡേൺ ഏജ് കമ്മ്യൂണിക്കേഷൻസ്. പലപ്പോഴും നമ്മൾ ഈസിന് വേണ്ടി നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന പോലെ തോന്നും. അത് ഈ എനിക്ക് തോന്നുന്നു കാലം കൂടുന്നതനുസരിച്ചായിരിക്കും ഈ ഷോർട്ട് വേർഡ്സിന്റെ എണ്ണം കുറയും. ആദ്യമൊക്കെ ചക്കര തേനെ അല്ലേ. പക്ഷേ ദർ ആർ ബോഡി ലാംഗ്വേജസ്. ഇപ്പം എൻ്റെ പപ്പയുടെ മമ്മിയുടെ കാലഘട്ടങ്ങളിലോ അല്ലെങ്കിൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദറിൻ്റെ കാലഘട്ടങ്ങളിലെ മാരേജിലെ കമ്മ്യൂണിക്കേഷൻസ് ചിലപ്പം ദേ ആർ സോ ക്ലോസ് വിത്ത് ദർ ഹാർട്ട്. ഒരു കണ്ണ് മാറിക്കഴിഞ്ഞാലോ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാലോ ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ. മനസ്സിലായി. അപ്പം അത് അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഈ ഒരു മോഡേൺ ഏജ് കമ്മ്യൂണിക്കേഷൻസിനകത്ത് നമ്മൾ ടെക്നോളജിയെ ഹെവിലി റിലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് വി ലൂസ് ട്രാക്ക് ഓഫ് ദാറ്റ്. ഞാൻ ഒരു കാര്യം പഠിച്ചിട്ട് വയ്ക്കാം, അത് സത്യം പറഞ്ഞ ഒരു പോളിഗമി കൾച്ചറിലേക്ക് മൂവ് ചെയ്യുവാണോ ജനറേഷൻ? ഐ വിൽ ഓൾവേസ് ഇതിനൊരു ആൻസർ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഐ ഓൾവേസ് സേ വേർ ഈസ് അവർ സോഴ്സ്. Like, you know, the culture is never gonna be with us. The culture will change. ഒന്നും ഇതല്ല, അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും എതിരാൾക്കുന്ന പല ആൾക്കാരുണ്ട്. പക്ഷേ ഇഫ് യു റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ് ദ കൾച്ചർ ഓഫ് ക്രൈസ്റ്റ് വിൽ ഫോളോ യു. ലൈക്ക് യുനോ, അപ്പം ദാറ്റ്സ് ദ കൾച്ചർ യു വാണ്ട്. അപ്പോൾ ഇവിടുത്തെ ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയൊരു ബിഗസ്റ്റ് ഇഷ്യൂ ഇസ് ദി ഐഡന്റിറ്റി ക്രൈസിസ്, റൈറ്റ്? എവിടെ ഒരാൾ ബിലോങ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ഇപ്പം എൻ്റെ കുഞ്ഞിപ്പം അവന് ഈസ് ഗോണ ബി ലൈക്ക് ഗ്രോയിങ് അപ്പ് ആസ് എൻ ഓസ്ട്രേലിയൻ. അവൻ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒരു ഫേക്ക് ഇന്ത്യൻ ആക്സെൻ്റ് ഇടും ചിലപ്പം, അല്ലെങ്കിൽ മമ്മിയുടെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേന് ഒരു ഫേക്ക് ഇന്ത്യൻ ആക്സെൻ്റ് ഇടും. ഹീസ് തിങ്കിങ് ദാറ്റ് ഈസ് ട്രൈങ് ടു എക്സ്പ്ലെയിൻ തിങ്സ് ആക്ച്വലി, മനസ്സിലാക്കാനായിട്ടാണ്. പക്ഷേ മറിച്ച് അവൻ്റെ കൂട്ടുകാരുടെ അടുത്ത് പോകുമ്പോഴത്തേക്കിന് ഹീ ടോക്സ് ലൈക്ക് എൻ ഓസി. ഈ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ സാധനം നമുക്ക് വീണ്ടും ഒരു അടുത്ത എപ്പിസോഡ് എടുക്കാം. പക്ഷേ ഞാൻ കാനഡ ചെന്നപ്പോൾ ഉണ്ടല്ലോ, അവിടുത്തെ സഹോദരങ്ങൾ പറഞ്ഞതനുസരിച്ച് ഒരു കുഞ്ഞ് തുടങ്ങുമ്പോൾ പഠിത്തം ആരംഭിക്കുമ്പോൾ, ഇവിടെ അങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, ഐ ആം നോട്ട് എ സ്പൂൺ, ഐ ആം നോട്ട് എ ഫോർക്ക്, ഐ ആം എ സ്പോർക്ക്. ഞാൻ ആണല്ല, ഞാൻ പെണ്ണല്ല, ഞാൻ ആണും പെണ്ണും എന്നിൽ തന്നെ ഉണ്ട്. എന്നിട്ട് എനിക്ക് മച്യൂർ ആകുമ്പോൾ തീരുമാനിക്കാം വേർ ഷുഡ് ഐ പ്ലേസ് മൈ സെൽഫ്, മൈ ഐഡന്റിറ്റി, വെദർ ഐ ആം എ ബോയ് ഓർ എ ഗേൾ. See, if I select to be a girl, society cannot change that actually.
പക്ഷേ ഞാൻ അറിയാൻ വേണ്ടി ആ കാര്യത്തിൽ ചില കാര്യത്തിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ആസ് എ കൺട്രി ആസ് ഓസ്ട്രേലിയ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം. സോ ദിസ് ഓൾസോ കംസ് ഇൻ എ കമ്മ്യൂണിക്കേഷൻ വിത്തിൻ എ ഫാമിലി. ഒരു ഫാമിലി കൺസിസ്റ്റ് ഓഫ് എ ഹസ്ബൻഡ് വൈഫ് ആൻഡ് കിഡ്സ് ഇസ് വെൽ. ലൈക്ക് യു നോ നമ്മുടെ ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് പല സമയത്തും നമ്മൾ മറന്നു. അവർ കിഡ്സ് ആർ എ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്. യു നോ വാട്ട് വി ക്യാൻ ഗിവ് ദം ഈസ് ക്രൈസ്റ്റ്. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരിക്കലും ഡോക്ടർ എഞ്ചിനീയർ ആയിട്ട് കാശുകാരനാണെന്ന് ഞാൻ ഐ വോണ്ട് ദം ടു ബി റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ്. യു നോ ദ റെസ്റ്റ് ഓഫ് ദ തിങ് വിൽ ഫോളോ നോ മാറ്റർ വാട്ട്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഐ സെൻഡ് മൈ കിഡ്സ് ടു എ സ്കൂൾ. അപ്പോൾ ചിലർ വിചാരിക്കും നിങ്ങൾ എന്തിനാണ് പ്രൈവറ്റ് ഇതിൽ ഇത്രയും കാശ് കൊടുത്ത് ഇത് ചെയ്യുന്നത്. സോ ഐ നോ ദാറ്റ്സ് നോട്ട് ഗോണ ബി ചേഞ്ച് മൈ കിഡ് ആക്ച്വലി. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫെയ്ത്തിൽ റൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്കൂളാണെന്നുണ്ടെങ്കിൽ you're a boy, you should stand in this line. You're a girl, you should stand in this line. That's the way how my kids have been dealt in the school. അവിടെ ഒരു ക്രൈസിസ് ഇല്ല. ഓക്കെ, അല്ല അവിടെ ബോയ് എന്നുള്ള ചിന്തിക്കുന്ന ജെൻഡർ വെച്ചാണോ? അതെ. പക്ഷെ ഈ ആസ് പെർ ലോ എൻ്റെ അറിവ് ശരിയെങ്കിൽ റോങ് എനിക്കറിയില്ല, കാനഡയിൽ ജെൻഡർ ബോയ് ആയിരിക്കുമ്പോൾ തന്നെ ദാറ്റ് ബോയ് ഹാവ് എ ഫ്രീഡം ടു ഐഡന്റിഫൈ ദംസെൽഫ് ആസ് എ ഗേൾ. അപ്പം ഇവിടെ in that case what the school they are helpless. പക്ഷെ നമ്മളുടെ the thing is a lot of this comes from our communication with our kids. ഇതിനകത്ത് ബോയ് ഗേൾ പോട്ടെ, എൻ്റെ അറിവ് ശരിയെങ്കിൽ ഈവൻ ഐ ക്യാൻ ഐഡന്റിഫൈ മൈസെൽഫ് ആസ് ആൻ ആനിമൽ. ഇങ്ങനെയുള്ള സമയത്താണ് നമ്മൾ വി ഗോ ബാക്ക് ടു ചാർലി കർക്ക്സ് വീഡിയോ ആക്ച്വലി. ലൈക്കിനോ ചില കാര്യങ്ങൾ റെഫറൻസ് ചെയ്യുന്നത് ലൈക്കിനോ. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോണ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. നമ്മുടെ കമ്മിങ് ബാക്ക് ടു കമ്മ്യൂണിക്കേഷൻ, ദിസ് ഈസ് ആക്ച്വലി മിസ്കമ്മ്യൂണിക്കേഷൻ. വി ആർ സപ്പോസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ്. ഒരു കാര്യം എനിക്ക് ഐ ജസ്റ്റ് ഹാവ് ടു പോയിന്റ് ഔട്ട് ഇൻ എ ഫാമിലി കമ്മ്യൂണിക്കേഷൻ ആക്ച്വലി. അതിനകത്ത് എൻ്റെ ഒരു പോരായ്മ ദ വേ സംടൈംസ് നമ്മൾ വളർന്നു വരുന്ന ഒരു രീതി പലപ്പോഴും നമ്മുടെ തന്നെ ഫാമിലി ലൈഫിൽ ചിലപ്പോൾ ഒരു ഹിൻഡ്രൻസ് ആകാറുണ്ട്. ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ്. ഇപ്പോൾ എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് എനിക്കൊരു സ്ലൈറ്റ് ഐ ഫെൽറ്റ് ഇപ്പം എന്താ പറയുന്നത് കമ്മിങ് ഫ്രം നാട്ടിൽ നിന്ന് വരുന്ന ചിലപ്പോൾ ഒരു ഇതുണ്ടല്ലോ, നമുക്കൊരു ചെറിയൊരു ഹിൻറ്റ് ഓഫ് എൻ ഈഗോ എവിടെയെങ്കിലുമൊക്കെ ഹിഡൻ ആയിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ പലപ്പോഴും. ദാറ്റ്സ് കോമൺ ഇൻ നമ്മുടെ ചില കൾച്ചറുകളിൽ അത് കോമൺ ആണ്. ലൈക്ക് അതായത് ഞാൻ പറയുന്ന പോലെ ആയിരിക്കണം കാര്യങ്ങൾ നടക്കേണ്ടതെന്ന്. പക്ഷേ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ല ഞാൻ കറക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഐ എം ഓൾവേസ് ഹാപ്പി ടു ബി ക്രിട്ടിക്ഡ് ആക്ച്വലി. അപ്പം നമ്മുടെ ഈഗോ എന്തെങ്കിലും നമ്മുടെ ഫ്രണ്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗോൺ അഫക്റ്റ് അവർ കമ്മ്യൂണിക്കേഷൻ. സോ ഫാമിലി ലൈഫിനകത്ത് ഈഗോ വന്നാൽ അവിടെ പ്രശ്നം ഉണ്ടാകും. 100%. ഞാനെന്ന ഭാവം അല്ലേ? ഈ നമ്മൾ പുസ്തകം പഠിക്കുമ്പോൾ വൈഫിനെ ഹസ്ബൻഡിൻ്റെ ഹെൽപ്പർ എന്നൊരു കാഴ്ചപ്പാടിലാണ് കാണുന്നത്. പക്ഷെ നമ്മുടെ പ്രശ്നം നമുക്ക് ഈ ഹെൽപ്പർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ബംഗാളികളെ ഓർമ്മ വരുന്നത്. അതിൻ്റെ അടുത്ത വേഴ്സ് നമ്മൾ വായിക്കുന്നില്ല. ഹൗ ദ ഹസ്ബൻഡ് ഷുഡ് ബി ടു എ വൈഫ്. നമ്മൾ പലപ്പോഴും ലൈക്ക് ക്രൈസ്റ്റ്. യെസ്. അപ്പം അവിടെ ആ ലവ് അവിടെ നിന്ന് മാറിയില്ലേ? അല്ലല്ല, ഞാൻ പറയാവുന്നതാണ്. നമ്മളെപ്പോഴും ആ ഒരു ഫസ്റ്റ് നമ്മുടെ ഇൻ കോമൺ ഞാൻ പറഞ്ഞാണ് വി ഫിനിഷ് അറ്റ് ദാറ്റ് സെന്റൻസ് മോസ്റ്റ്ലി ബിക്കോസ് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ കാണിക്കണം നീ ഇത് കണ്ടോ, ഇങ്ങനെ ബൈബിളിൽ പറഞ്ഞേക്കുന്നത്. ഈ ഹെൽപ്പർ എന്ന വാക്കിനെ ഹെൽപ്പർ എന്ന വാക്കിനെ നമ്മൾ യഥാർത്ഥത്തിൽ പഠിക്കുമ്പോൾ എൻ്റെ അർത്ഥം എന്താ അറിയാമോ? എ പേഴ്സൺ ഹു ഹെൽപ്പ് മീ ടു അക്കംപ്ലിഷ് സംതിങ് വിച്ച് ഐ കനോട്ട് ഡു മൈസെൽഫ്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം എന്നെ കൊണ്ട് ചെയ്യുവാൻ പ്രാപ്തനാക്കുന്ന വ്യക്തി എന്നാണ് ഈ ഹെൽപ്പറിൻ്റെ. ഹെൽപ്പർ എന്ന് പറയുമ്പോൾ മൈക്കാടെന്നല്ല അർത്ഥം. അല്ലല്ല. അതിൻ്റെ ഒരു വലിയ എക്സാമ്പിളാണ്. ഞാനിപ്പോൾ പറഞ്ഞില്ല, ഇപ്പം നമ്മൾ തുടങ്ങിയപ്പോഴത്തേക്കും ക്ലാസ് പറഞ്ഞില്ലായിരുന്നോ, ലൈക്ക് ചിക്കു യുവർ എ മാനേജർ, യു മാനേജിങ് 100 people, റൈറ്റ്? എന്താണ് ഇതിൻ്റെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, മെറിന് വെൻ ഷി വാസ് ലൈക്ക് ഞാനിത് പഠിക്കുന്ന എൻ്റെ വൈഫ് സോറി ഞാൻ ഇത് പഠിക്കുന്ന സമയത്ത്, ഞാൻ പോസ്റ്റ് ഗ്രാഡ് എടുക്കുന്ന സമയത്ത് ലിറ്ററലി ഷീ ഹാസ് ബീൻ ത്രൂ ടഫ് ടൈംസ് ടു സപ്പോർട്ട് മീ. അപ്പം അന്ന് അവൾ ചെയ്ത സാക്രിഫൈസിൻ്റെ ഒരു ബെനിഫിറ്റാണ് ഞാൻ ഇന്നിവിടെ ഇത് ചെയ്യുന്നത്. വെൻ ഷി വാസ് എ സ്റ്റുഡൻറ്റ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവളെ ജോലിയോട് കയറിയപ്പോൾ. സോ ഇറ്റ് ഈസ് ഓൾവേസ് കമ്മ്യൂണിക്കേഷൻ. അവിടെ ഒരു പ്രശ്നമുണ്ട് ചിക്കു. ചിക്കുവിനും മെറിനോടുള്ള ആ ബോണ്ടേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടൈറ്റ് ബോണ്ട് എന്ന് പറയുന്നത്,
ചിക്കുവിന് ഇപ്പം ഈ ലെവലിൽ എത്താൻ വേണ്ടി പുള്ളിക്കാരി ചെയ്ത സാക്രിഫൈസ് ആണ്. ഉം. വേറൊരാൾ ചിന്തിക്കുക എനിക്ക് ആ സാക്രിഫൈസ് കിട്ടിയിട്ടില്ല, then why should I? ഇവിടെ പ്രശ്നം. Yeah. ഓക്കെ, സി Yeah, yeah. ഞാൻ പറഞ്ഞത് ലവ് എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ അത് അകപ്പെ. Yeah, 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 yeah. സ്നേഹം കുറെ ഉണ്ടല്ലോ. ഉം. അപ്പം പക്ഷേ അകപ്പെ എന്ന് പറയുന്നത് ആണ് Unconditional love, yeah. അൺകണ്ടീഷണൽ ലവ്. അതാണ് ക്രിസ്ത്യൻ ലവ്. ഉം. ഈ ക്രിസ്തു സഭയെ സ്നേഹിക്കുന്നത് എന്തോന്ന് വെച്ചുണ്ട് ഉം. ഒന്ന് ഓർത്ത് വയ്ക്കുക. Yeah, that's right. യു ജസ്റ്റ് തിങ്ക് നമ്മളെ യേശു ക്രിസ്തു സ്നേഹിക്കുന്നത് എന്തോ കണ്ടോട്ടാണ്. Yeah. ഞായറാഴ്ച പള്ളിയിൽ പോകുന്നതുകൊണ്ടാണ്. അല്ല. ഈ പലരുടെയും ചിന്ത നമ്മൾ പള്ളിയിൽ പോയില്ലേ കർത്താവിന് എന്തെങ്കിലും പ്രയാസം വരുമെന്ന് പറഞ്ഞാൽ പോകുന്നേ. Yeah. സോ അവിടുത്തെ അവരിത് കണ്ടില്ലേ. അപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തിങ്ക് അബൌട്ട് എ ഫാമിലി വേർ വൈഫ് കനോട്ട് ഡു എനി സാക്രിഫൈസ്, Yeah. ബട്ട് സ്റ്റിൽ Yeah. അപ്പം ആക്ച്വലി ഇപ്പം നരൻ ചെയ്ത വലിയ നല്ല കാര്യമാണ്. അപ്പം ഞാനിങ്ങനെ സംസാരിക്കണം, നമ്മൾ രണ്ട് ഭാഗം സംസാരിക്കണം. ഇപ്പം That's right. ചിക്കു പറഞ്ഞ പോയിന്റിന് മനസ്സിലാകുന്നവർ കാണും, Yeah. ഇപ്പുറത്തെ ഭാഗം കാണും. നമ്മൾ വിൽ കം ടു എ കൺക്ലൂഷൻ. Yeah. ആ രീതിയിലാണ്. അപ്പം ഈ മെറിനെടുത്ത ആ സാക്രിഫൈസ് എന്ന് പറയുന്നത് എൻ്റെ അച്ചാച്ചനെ ഒരു ഭാഗത്ത് എത്തിക്കാൻ വേണ്ടി പുള്ളിക്കാരി അതൊരു ത്യാഗമായി ചെയ്തതായിരിക്കത്തില്ല. പകരം പുള്ളിക്കാരി ആ സ്നേഹത്തിൻ്റെ പുറത്താണ് സപ്പോർട്ടായിരിക്കും. Yeah, that's right. പക്ഷെ സ്നേഹത്തെ നമ്മൾ ത്യാഗമായിട്ട് കാണുമ്പോൾ തന്നെ അതിൻ്റെ അകത്തൊരു ചെറിയ വ്യത്യാസം വന്നു. Yeah. യു ഗോട്ട് ഇറ്റ്. Yeah, I know. ഈ ഇനി തിരിച്ച് ഞാനിത് ചെയ്തു ആൻഡ് ഐ ആം ഡിമാൻഡിങ് ഇറ്റ് ബാക്ക്, കളി കയ്യിൽ നിന്ന് വിട്ട് പോയില്ലേ? ഇല്ല, yeah. She's never done that. കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയില്ലേ? പോയി, ശരിയാണ്. പറയാം, Yeah. ഓർത്ത് നോക്കി. Yeah. ഇപ്പോഴും ഒത്തിരി പേരുടെ ഭവനങ്ങളിൽ നമ്മൾ അറിയാലോ, ഞാൻ ഒത്തിരി യാത്ര ചെയ്യുന്നതാണ്. Yeah. Yeah. എൻ്റെ നിൻ്റെ എന്നൊരു കാഴ്ചപ്പാടുണ്ട്. Yeah. എൻ്റെ നിൻ്റെ, എൻ്റെ അക്കൗണ്ട് നിൻ്റെ അക്കൗണ്ട്. Yeah. ഈ നമ്മുടെ കെ എബ്രഹാം പാസ്റ്റർ ഒന്ന് ഒരിക്കലും ഇങ്ങനെ ഈ മോഡേൺ സിവിലൈസേഷൻ്റെ ഒരു ഇതിനെക്കുറിച്ച് പറഞ്ഞത്, ഹണി കം ഫാസ്റ്റ്, യുവർ കിഡ്സ് ആൻഡ് മൈ കിഡ്സ് ആർ അറ്റാക്കിങ് അവർ കിഡ്സ്. Yeah. നിന്റെ പിള്ളേർ എൻ്റെ പിള്ളേർ കൂടെ നമ്മുടെ പിള്ളേർ. Yeah. Yeah. അപ്പോൾ എൻ്റെ നിൻ്റെ എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റ് വരുമ്പോൾ സകലതും കൈവിട്ടു അല്ലേ? It's very much. അപ്പം ഈഗോ, Yeah. കമ്മിങ് ബാക്ക് ടു യുവർ പോയിന്റ്, ഈഗോ, Yeah. ഞാനെന്ന ഭാവം. അതുകൊണ്ടായിരിക്കണം നമ്മൾ ന്യൂ ടെസ്റ്റ്മെൻറ്റ് വായിക്കുമ്പോൾ എല്ലായിടത്തും ഈ സെൽഫ് ഡിനയലാണ് മാർഗം. ക്രിസ്ത്യാനിറ്റി ഈസ് അല്ലേ വേ ഓഫ് സെൽഫ് ഡിനയൽ. ഞാൻ ഈ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ മാനേജർ പണ്ട് ഒരു തവണ പറഞ്ഞിട്ട്, ചിക്കു, നമ്മുടെ പലപ്പോഴും ഈ രോഗികൾ വരുമ്പോഴത്തേക്കിന് ദർ ഇസ് എ ലോട്ട് ഓഫ് ഫ്രസ്ട്രേഷൻസ്, റൈറ്റ്? നമ്മൾ സിക്ക് ആയി കഴിയുമ്പോൾ നമ്മുടെ കംഫർട്ട് ലെവലിൻ്റെ ഔട്ട് സൈഡാണ്, ഒത്തിരി ഫ്രസ്ട്രേഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു ഇച്ചിരി ദേഷ്യമെല്ലാം വന്നെന്നിരിക്കാം, നമുക്ക് ആ കിട്ടേണ്ട. എൻ്റെ ബോസ് ഒരിക്കലും എൻ്റെ അടുത്ത് പറഞ്ഞു, ഷി ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ആൻ അപ്പോളജി. ഓൾവേസ് ദർ ഇസ് നത്തിങ് റോങ് വിത്ത് ദാറ്റ്, ലൈക്ക് യുനോ, ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ആൻ അപ്പോളജി. ലൈക്ക് യുനോ, ഇപ്പം ഗ്ലാഡ്സൺ മാസ്റ്ററായിട്ട് വരികയാണ്, ഫ്രസ്ട്രേറ്റ് ആണ് വരികയാണെന്നുണ്ടെങ്കിൽ, ഗ്ലാഡ്സൺ, ഐ ആം റിയലി സോറി, ഹൗ കൻ ഐ ഹെൽപ്പ് യു? അവിടെ തന്നെ ഒരു നമ്മൾ വന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മൾ താന്നില്ലേ? സോ ഐ ജസ്റ്റ് യുനോ സം തിങ്സ് നമ്മൾ ഓർത്തിരിക്കും. ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ഈ ക്രോസ് ഒരു സിമ്പിളാണല്ലോ. ഈ ഐ എന്ന ഇംഗ്ലീഷ് ലെറ്ററിനെ വെട്ടുന്നതാണ് ക്രോസ്. സെൽഫ് ഡിനയൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. മിസ്കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഈഗോയ്ക്കകത്ത്. ഫാമിലി ലൈഫിനകത്ത് ഈഗോ ക്ലാഷ് ഇല്ല, ഉണ്ടാകരുത്. ഉണ്ടായാൽ അത് മിസ്കമ്മ്യൂണിക്കേഷനിലേക്ക് പോകും. ഓക്കെ, കഴിയുമെങ്കിൽ നിങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നതും ഇതേ വിഷയം തന്നെ ആയിരിക്കും. പങ്കെടുത്ത എല്ലാവരെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ഈഗോ വിട്ടുകളയുക. ഇന്ന് തന്നെ നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുക്കൽ ചെന്ന് ഞാനെന്ന ഭാവത്തിൽ എവിടെയെങ്കിലും സംസാരിച്ചെങ്കിൽ ഒരു വാക്ക് ഇനി അങ്ങനെ ഉണ്ടാകില്ലെന്ന് പറയാം. നിങ്ങളുടെ ഭാര്യയെ എടുത്ത് ചെല്ലുക. ഞാൻ പറഞ്ഞ മാത്രം നടക്കണമെന്നുള്ള ആ ഒരു മെയിൽ ഡോമിനൻ്റ് ക്യാരക്ടർ ഒന്ന് വിട്ടിട്ട് അവൾ പറയുന്നതിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെന്ന ചിന്തയിലേക്ക്, ഞാൻ ശരിയോ നിങ്ങൾ ശരിയോ എന്നുള്ളതല്ല, നമ്മൾ ശരിയെന്നുള്ള ചിന്തയിലേക്ക് വരാൻ ദൈവം ഇടയാകട്ടെ. ശുഭദിനം നേരുന്നു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ്.